ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഉച്ചവരെയുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇന്നധികം ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ അതാ തലേദിവസം കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ തലേദിവസം ഇങ്ങനെ വിചാരിച്ചു നാളെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ. ഓരോ സമയത്തും ഓരോ മൈൻഡാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ തലേദിവസം രാത്രി ഇങ്ങനെ മനസ്സിൽ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് പച്ചരി അങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കുകയാണ്. നമ്മൾ ഉണ്ണിയപ്പം ചട്ടി വാങ്ങിച്ചിട്ട് ആകെ ഒരു തവണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല, അത്ര ടേസ്റ്റും തോന്നിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ചട്ടി പഠിച്ചോനെ കയ്യിൽ നിന്ന് പോയോ, ചട്ടി ഇത്രയും പൂതിപ്പെട്ട് വാങ്ങിയിട്ട് ചട്ടി മോശമാണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ പറയാറ് ചെറുപഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നൊക്കെയാണ്. പക്ഷെ അന്ന് ഞാൻ ചെറുപഴം ചേർത്തിട്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം പക്ക ഫ്ലോപ്പായിരുന്നു. ആ ഒരു പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ വന്ന് ഒരു ഉണ്ണിയപ്പം കഴിക്കണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഷേപ്പിൽ വന്നു എന്നല്ലാണ്ട് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നുണ്ടാക്കിയ ഉണ്ണിയപ്പത്തിൽ ഞാൻ ചെറുപഴമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ചോറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ചോറ് നിങ്ങളാരെങ്കിലും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുണ്ടോ? എന്നാൽ ഇനിയൊന്ന് ചേർത്ത് നോക്കൂ കേട്ടോ. ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ വേണമെന്നുള്ളവർ താഴെ ഒന്ന് കമൻ്റ് ആക്കൊണ്ടു. ഞാൻ ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ ചെയ്യാം കേട്ടോ. ഷോർട്സ് ആക്കിയിട്ട് ചെയ്യാമെന്നാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നുകൂടെ ഈസി ആവുമല്ലോ. അപ്പോൾ ഇന്ന് നല്ല പക്കയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കാക്കു വിളിച്ചപ്പോൾ ഞാൻ കാക്കുവിന് ഉണ്ണിയപ്പത്തിൻ്റെ ഫോട്ടോ വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കാക്കു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ കാക്കു പറയാം അല്ലെങ്കിലും അത് അങ്ങനെ തന്നെ വരുള്ളൂ, ഞാൻ ഉണ്ടാക്കുമ്പോഴേ അതൊക്കെ കേടുവരുള്ളൂ, ഞാൻ എല്ലാത്തുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ പെർഫെക്റ്റ് ആവുന്നതാണ്. കാരണം ഒരു ദിവസം നമ്മൾ കലത്തപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയതുപോലെ, പക്ഷേ പിന്നെ കാക്കു വന്നിട്ട് കലത്തപ്പം ഉണ്ടാക്കിയപ്പോൾ അത് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ കാക്കു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് കാക്കു വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് റെസിപ്പി വീഡിയോ ഷെയർ ആക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ഞാനിവിടെ കോരി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി എനിക്ക് നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ട്രിപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കും. ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം രാവിലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വൈകുന്നേരം വരെ നമ്മളങ്ങനെ കഴിച്ച് നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ ഉണ്ണിയപ്പം എന്നൊക്കെ പറയുന്നത് ഇന്നുണ്ടാക്കിയത് നാളെ കഴിക്കാൻ ഒന്നുകൂടെ ടേസ്റ്റി അല്ലേ. പിന്നെ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയ കുറച്ച് സൈത്താത്താക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉമ്മാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടുതലൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ട്രിപ്പായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അയാനക്കുട്ടിയും ഒരു ഭാഗത്ത് ഇവാനിയും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാളും അപ്പുറം ഇരുന്നങ്ങാണ്ട് അതാണ് ഈ കയ്യും കാലൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇനിയിപ്പോൾ അതാ ഓരോ ട്രിപ്പായിട്ട് പെട്ടെന്ന് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നാണ് ചട്ടി എത്രത്തോളം നല്ല ചട്ടിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു, റബ്ബേ ചട്ടിയിൽ എണ്ണ വാർന്നതൊന്നും കാണാനല്ലോ. ഞാൻ കുറച്ച് എണ്ണ വാർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടൊരു ഡ്രൈ ആയ പോലെയൊക്കെയുള്ള ഒരു ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ചട്ടിയിൽ ഫസ്റ്റ് പാർന്ന ആ എണ്ണ മാത്രമേ പാർന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എണ്ണ പാർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഈ എത്രയും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എണ്ണയിൽ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അഥവാ ഈ ഉണ്ണിയപ്പത്തിനൊക്കെ ഈ അരി അരക്കുമ്പോൾ മാവ് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ മൈദയോ കൂട്ടിയിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ അപ്പോൾ നല്ല പക്കയായിട്ട് കിട്ടും. ഭയങ്കര ലൂസായി പോകരുത്, എന്നാൽ ഭയങ്കര തിക്കും ആവരുത് കേട്ടോ. ആ ഒരു രൂപത്തിലാണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി ചെയ്യുന്ന റെസിപ്പി വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതാ ലാസ്റ്റ് ട്രിപ്പ് ഉണ്ണിയപ്പം ഉണ്ടാക്കലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ഗ്യാസും വേണം കേട്ടോ. ഓൾഡ് ഇപ്പുറത്തെ കത്തിക്കാത്ത ഗ്യാസും വേണം കളി. അപ്പോൾ കണ്ടില്ലേ നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പിൽ വലിയ ഉണ്ണിയപ്പമല്ല, ഒരു മീഡിയം സൈസൊക്കെ ആയിട്ട് കാണാൻ നല്ല മൊഞ്ചുള്ള ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നല്ല സക്സസ് ആയി വരും കൂടെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ. ഇനിയിപ്പോൾ അതാ രാവിലെ തന്നെ ഇന്ന് മഴയാണ് കേട്ടോ. നല്ല പോലെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മഴ ഒന്ന് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചാറിങ്ങോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ മഴച്ചാറ്റിൽ ഇങ്ങനെ നോക്കിങ്ങാണ്ട് പുറത്ത് സിറ്റൗട്ടിൽ വന്നിരുന്ന് ചായ കുടിക്കാൻ ഭയങ്കര പൂതി കേട്ടോ. നേരെ മുന്നിൽ റോഡായതുകൊണ്ട് നമ്മൾ മാക്സിമം ഫുഡ് കഴിക്കലൊന്നും സിറ്റൗട്ടിലേക്ക് വരാറില്ല. റോഡല്ലേ, അപ്പോൾ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടും ആൾക്കാർ പോയിക്കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എപ്പോഴൊന്നും സിറ്റൗട്ടിൽ വന്നിരുന്നങ്ങാണ്ട് ചായ കുടിക്കുകയൊന്നും ചെയ്യാറില്ല. പക്ഷേ ഈ മഴയൊക്കെ നോക്കിയിരുന്ന് ചായ കുടിക്കാനും
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അതിന് പറ്റിയൊരു പ്ലേസ് എന്ന് പറയുന്നത് സിറ്റ് ഔട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു പൂതി തോന്നിയപ്പോൾ രണ്ടും കൽപ്പിച്ച് സിറ്റ് ഔട്ടിലിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചായ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായയും മഴയും ഉണ്ണിയപ്പവും അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും മഴ ചാറിന് കാണൂല, ചെറിയ രീതിയിൽ ഇപ്പോൾ ചാറിനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. നല്ല പോലെ പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവ അപ്പോഴേക്കൊന്ന് സൈക്കിൾ കൊണ്ടൊന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവായും കൂടെ വന്നിട്ട് ഞങ്ങളതിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടത്തെ കൈ കൊണ്ട് കഴിക്കണമെന്ന് വിചാരിക്കരുത് കേട്ടോ, ഇത് ഫ്രണ്ട് ക്യാമറയാണ്. അപ്പോൾ ഇടത് വലതും വലത് ഇടതുമായിട്ട് മാറിപ്പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അയാനെക്കുട്ടിൻ്റെ ടീഷർട്ട് ശ്രദ്ധിച്ചോ, തിരിച്ചിട്ടിക്കണം കേട്ടോ. ഒളൊറ്റക്ക് ഇടുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ, തിരിച്ചിടും, മുന്നു പിന്നുക്കും പിന്നു മുന്നുക്കും ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ടായിരിക്കും കേട്ടോ ഒളൊറ്റക്ക് ഇടുമ്പോൾ. അങ്ങനെ പിന്നെ നമ്മൾ 3 പേര് ഇരുന്നങ്ങാണ്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം മുറ്റത്തവിടെ സായിത്താത്തവിടെ തിരുമ്പുണ്ടാകുന്ന അവിടെ കുറച്ച് നേരം അങ്ങനെ വർത്താനം പറഞ്ഞ് നിന്ന് പിന്നെ ഒരു 11:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ അതാ നേരെ കുക്കറിൽ ചോറ് തീമക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കടയിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കുമ്പളങ്ങയൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ. തൊട്ടടുത്ത് കട ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ നമുക്കോ അല്ലെങ്കിൽ മക്കളെ പറഞ്ഞയച്ചാലോ സാധനം കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ കുക്കറിൽ അരിയൊക്കെ കഴുകിങ്ങാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ ലൈറ്ററാണ് കേട്ടോ തിരഞ്ഞുകൊണ്ട് നടക്കുന്നത്. മക്കളത് എടുത്തുങ്ങാണ്ട് ഇവിടെ നിർത്ത് അപ്പുറത്തോണ്ടേക്ക് അപ്പുറത്ത് നിർത്ത് ഇപ്പുറത്തോണ്ടേക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അത് കത്തിച്ച് അവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ കറിക്കും കൂട്ടാനൊക്കെ ഉള്ളത് നോക്കുകയാണ്. അപ്പോൾ കുമ്പളങ്ങ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് തേങ്ങ കരച്ചിങ്ങാണ്ടൊരു കുമ്പളങ്ങ കറിയും ഉണക്കമീനൊക്കെ കൂട്ടിയിട്ട് കൊണ്ടാട്ട മുളകൊക്കെ കൂട്ടിയിട്ട് ഒരു ചോറ് വയ്ക്കാനൊരു പൂതി. അപ്പോൾ ആ പൂതി അങ്ങ് നടപ്പിലാക്കാൻ വിചാരിച്ചു. അതിനൊന്നും വലിയ പണിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുമ്പളങ്ങയൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ആ തൊലിയൊക്കെ അപ്പം തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ടാകുന്നു കേട്ടോ. അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ ഇരുന്നുങ്ങാണ്ട് ഈച്ചയും ഇതൊക്കെ അറക്കും കേട്ടോ. നമ്മളിവിടെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോ ഞാൻ പുർക്കാന്ന് പറഞ്ഞപ്പോൾ പുർക്ക എഴുതിയിട്ട് സ്മൈലി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുർക്കാന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും പറയുമോ എന്നുള്ളത് എനിക്കറിയൂല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആർത്ത് നടക്കും കേട്ടോ. ആർത്ത് നടക്കുക നമ്മൾ പുർക്കാർക്കാന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ചുറ്റി നടക്കുമല്ലോ വേസ്റ്റിൻ്റെ നാലൂറൊക്കെ അങ്ങനെ അതിനിട്ടോ. അങ്ങനെ കുമ്പളങ്ങ അവിടെ നുറുക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ ഉണക്കമീൻ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കുമ്പളങ്ങക്കറി ഉണക്കമീനും വല്ലാത്തൊരു കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുമ്പളങ്ങക്കറിയും ബീഫും. നല്ലൊരു കോമ്പിനേഷനല്ലേ. അതുപോലെ സെറ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ കുമ്പളങ്ങക്കറിയും ഉണക്കമീനും. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇന്ന് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കങ്ങനെ വലിയ വലിയ കൂട്ടാനുകളേക്കായും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൂട്ടാനുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല പോലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ പറയാൻ വന്നിട്ടും പോയിട്ടും ഉണക്കമീൻ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഉണക്കമീനൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത്, കുറച്ച് ചെറിയുള്ളി ഉണ്ടല്ലോ അത് കുത്തിച്ചതച്ച് ഇട്ട് കൊടുക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണക്കമീൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണക്കമീൻ പൊരിച്ചെടുക്കുകയാണ്. പണ്ട് മുതൽക്കേ ഉള്ള ഇഷ്ടമാണ് കേട്ടോ. ഒരു ഉണക്കമീൻ്റെ പൊട്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ബീഫ് അതൊന്നും വേണമെന്നില്ല. ഇങ്ങനെ ഉണക്കമീൻ, പപ്പടം, മുട്ട പൊരിച്ചത്, ഉള്ളിക്കൂട്ടാൻ, തക്കാളി കൂട്ടാൻ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടാനുകളൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഉണക്കമീൻ പൊരിക്കുന്ന ടൈമിൽ പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളകൊന്ന് നെടുകെ കീറി അതിൽ കുറച്ച് ഉപ്പ് നിറച്ചിങ്ങാണ്ട് ആ ഉണക്കമീൻ പൊരിക്കുന്ന അതിലിട്ടിട്ട് ആ മുളകൊന്ന് പൊരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇതുവരെ ആരെങ്കിലും മുളക് കഴിക്കാത്തവരുണ്ടെങ്കിൽ മുളക് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നിട്ട് പൊരിച്ചിങ്ങാണ്ട് ഒന്ന് കഴിച്ചു നോക്കൊണ്ടു കേട്ടോ. എൻ്റെ പൊന്നോ എന്നാ ഒരു രുചിയാന്നേന്ന് അറിയില്ലേ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ആ ചോറ് കഴിക്കുമ്പോൾ ആ ഉണക്കമീനും ആ കൂട്ടാനൊക്കെ കൂട്ടിയ ചോറ് കഴിക്കുമ്പോൾ ആ ചോറ് ഈ മുളകൊന്ന് ഇടയ്ക്കൊന്ന് ഇങ്ങനെ കടിക്കണം. ഇതിലിട്ട് പൊരിച്ചിട്ടുള്ള ഒരു മുളക് ആ കടിക്കുമ്പോൾ ഒരു എരി കയറും. ആ എരി കയറിനോടുകൂടി ഒരു ഉരുള ചോറ് വീണ്ടും കഴിക്കണം. അങ്ങനെ വയറ് ഫില്ലാവുമെന്ന് പറയില്ലേ. വയറ് ഫുള്ളാവാൻ അങ്ങനെ അധികം കൂട്ടാനൊന്നും വേണ്ട. ഇങ്ങനെ ചെറിയ നൊസ്റ്റാൾജിക് വിഭവങ്ങളൊക്കെ കിട്ടിയാൽ മതി എന്നറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. പറഞ്ഞപ്പോൾ ആർക്കാരും വായിൽ വെള്ളം വന്നിക്കണമെങ്കിൽ ഞാൻ ഉത്തരവാദി അല്ല കേട്ടോ. 2 മുളകെടുത്ത് അങ്ങ് വറുത്ത് വെക്കുന്നത് നല്ല ടേസ്റ്റാണ്.
ഇത് കഴിച്ചതാണെങ്കിൽ കൂടെ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ളതുകളൊക്കെ. അപ്പോഴേക്കും നമ്മളുടെ ചോറ് 1-2 വിസിലടിച്ച് ഞാൻ ഓഫാക്കിയിട്ട് പിന്നെ അത് ചെമ്പട്ടിയിലേക്ക് ഇട്ട് ഇപ്പം ആ മേട്ടം കെട്ട എന്താണെന്നറിയോ, അയാനെക്കുട്ടി ഗ്രില്ലുമ്മ വന്നങ്ങാണ്ട് മേടുന്നതാണ് കേട്ടോ. അപ്പോൾ ചെമ്പട്ടിക്ക് ഇട്ടുങ്ങാണ്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കും, എന്നാൽ കറക്റ്റ് വേവായി കിട്ടും കേട്ടോ. ആ ഒരു പശപ്പശപ്പ് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ അത് ആ ഒരു കുക്കർ കഴുകിങ്ങാണ്ട് പിന്നെ ഞാൻ അതിലേക്ക് തക്കാളി, അതുപോലെ കുമ്പളങ്ങയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് പുളി വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുളി ആ കുമ്പളങ്ങയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിങ്ങാണ്ട് കുക്കർ അടച്ച് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അങ്ങനെ അത് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ കുമ്പളങ്ങ കറിക്കുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പയറുപ്പേരിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പയറുപ്പേരിയും കൂടെ ഉണ്ടാക്കണം. കുറച്ച് പയറുണ്ട്, അപ്പോൾ അതങ്ങ് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുമ്പളങ്ങ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചിരകാൻ കുറച്ച് മടിയാണ്, അപ്പോൾ പിന്നെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പോണ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ ഉള്ളി തൊലിക്കാൻ വീണ്ടും മടിയായത് കാരണം ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പയറൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാം. ഈ പയറുപ്പേരി, പപ്പടം, ഉണക്കമീൻ, കുമ്പളങ്ങക്കറി, ഇത് ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ ഉണക്കമീൻ കോമ്പിനേഷനായിട്ടുള്ള മറ്റൊരു കറിയാണ് ചക്കക്കുരു മുരിങ്ങയും തേങ്ങ അരച്ച കറി. അയ്യോ അതിക്ക് പയറുപ്പേരി ഇതൊന്നും കൂട്ടരുത് കേട്ടോ. വെറും ഉണക്കമീനും അതുപോലെ തന്നെ ചക്കക്കുരും മുരിങ്ങയും തേങ്ങ അരച്ച കറിയും. ആ കറികൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? എന്തൊരു ടേസ്റ്റിയാണെന്ന് അറിയോ. ഈ ഒരു കൂട്ടം പറഞ്ഞ പോലെ തന്നെ എനിക്കില്ലേ ഈ നാടൻ ചിലവർക്കൊക്കെ വിചാരിക്കും ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ, പിന്നെ ഈ ഉണക്കമീനും കുമ്പളങ്ങയും അല്ലെങ്കിൽ മുരിങ്ങയും ചക്കക്കുരിയൊക്കെ അല്ലേ ഇപ്പം ഇത്ര ടേസ്റ്റ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. അതിന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ എന്ത് കഴിച്ചാലും കിട്ടില്ല എന്നൊക്കെ തോന്നിപ്പോവും ചിലപ്പോൾ. ഇഷ്ടമുള്ളവർക്കാണ് പറഞ്ഞു കേട്ടോ. നാടൻ ഫുഡ് ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 2 ദിവസം അടുപ്പിച്ച് ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും പെരുന്നാക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ, പെരുന്നാക്കാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ 2-3 ദിവസമൊക്കെ അടുപ്പിച്ചിങ്ങാണ്ട് അങ്ങനെ രണ്ടും ഉച്ചക്കും രാത്രിക്കും എന്ന് പറഞ്ഞ പോലെയൊക്കെ അങ്ങനെ കഴിക്കുക. അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴേക്കും പിന്നെ നല്ല നാടൻ ചോറും ഇതുപോലെ വല്ല കൂട്ടാനൊക്കെ കൂട്ടിങ്ങാണ്ട് ചോറ് കഴിക്കാനൊക്കെ അങ്ങോട്ട് കൊതിയാവും എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. എവിടെ പോയാലും നമുക്ക് മലയാളികൾക്ക് ആ ഒരു ചോറും ആ ഉപ്പേരിയും കറിയും അത് വേറൊരു വികാരമാണെന്ന് പറയില്ലേ. അങ്ങനെ എന്തായാലും പയറുപ്പേരി ഞാൻ കഴുകി വൃത്തിയാക്കി ചെറിയുള്ളി വെച്ച് തൂമിച്ച് ലോ ഫ്ലെയിമിൽ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ കുമ്പളങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് തേങ്ങ അരച്ചെങ്ങാണ്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഗ്യാസ് കത്തിച്ച് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ അങ്ങനെ കടിക്കും. അപ്പോൾ നല്ലപോലെ അരച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ താളിക്കാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ താളിക്കുന്നതിന് മുമ്പേ ആ ഒരു ചട്ടിയിൽ ഞാൻ എന്ത് ചെയ്യും, പപ്പടം പൊരിക്കും കേട്ടോ. പപ്പടം പൊരിച്ച് കൊണ്ടാട്ടമുളകും പൊരിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാനൊരു പൂതി അങ്ങനെ ഇതാക്കിയതാണ്. അപ്പോൾ ആദ്യം അതാ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്താ പറയുക, കൊണ്ടാട്ടമുളകും കൂടെ പൊരിച്ചെടുക്കണം. കുറച്ചൊക്കെ എരിവ് ഇഷ്ടമുള്ളവർക്കാണ് കേട്ടോ ഇങ്ങനെയുള്ള ഫുഡിനോടൊക്കെ ഒന്നുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി എരിവ് കൊടുക്കാൻ, അതേപോലെ കൊണ്ടാട്ടമുളകും മുളക് കടിച്ചതൊക്കെ അങ്ങനെ കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്. എരിവില്ലാണ്ട് ഇത് കഴിക്കാൻ നമുക്ക് ഫുഡ് കഴിച്ചിരിക്കണമെന്ന് തോന്നില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, എരിവ് ഇഷ്ടമുള്ള ആളുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലാത്തവർക്ക് അങ്ങനെ കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ്. പിന്നെ അതിലേക്ക് കടുകും കറിവേപ്പില ഇട്ടുങ്ങാണ്ട് അത് ഞാനിതാ വറുവിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതുവരെ പരന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുത്തുങ്ങാണ്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നലത്തെ കമൻസും ഞാൻ വായിച്ചിട്ടുണ്ട്, അതിന് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. മറ്റേ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഒരു മോൻ്റെ പേര് ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ മോന് ഒരു 10-20 തവണയെങ്കിലും അത് കണ്ടിട്ടുണ്ടാകും. എന്നിട്ട് മോൻ്റെ പേര് കേൾക്കുമ്പോൾ ഓന് ഇരുന്ന് ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കുഞ്ഞു മക്കൾ ഓൽക്ക് അതൊക്കെയല്ലേ അവരുടെ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ആൾക്കാരുടെ പേര് പറഞ്ഞവരൊക്കെ താങ്ക് യു, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്, അതിന് റിപ്ലൈ തരുമ്പോൾ നിങ്ങൾക്കും സന്തോഷമാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ തന്നെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതും.
ഇനിയിപ്പോൾ അതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി വേറെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ നല്ല വിശപ്പിനേക്കാൾ കൂടുതൽ ഒരു കൊതി, ഇതൊക്കെ പാടെ റെഡി ആയപ്പോൾ കുറച്ച് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ചോറ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ കുമ്പളങ്ങക്കറിയും പയറുപ്പേരിയും ഉണക്കമീൻ പൊരിച്ചതും കൊണ്ടാട്ട മുളകും പപ്പടവും പിന്നെ പച്ചമുളക് പൊരിച്ചതും അതുപോലെ തന്നെ നല്ല തോളൂരിൻ്റെ മാങ്ങാച്ചാറ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ എന്തൊരു രസമാണെന്ന് എഴുതിയിട്ട് ആ ഒരു മാങ്ങച്ചാറും ഒക്കെ കൂടെ കൂട്ടിങ്ങാണ്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഓരോന്നെടുത്തുങ്ങാണ്ട് ചോറിൽ വെച്ച് കൂട്ടി കുഴച്ച് കഴിക്കണം കണ്ടിട്ട് ഇപ്പോൾ മക്കളും അതുപോലെ ട്രൈ ആക്കും കേട്ടോ. ഇവയൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കും കുറച്ച് പയറുപ്പേരി, കുറച്ച് അച്ചാർ, കുറച്ച് മീൻ, കുറച്ച് പപ്പടം, അങ്ങനെ ഓരോന്നും കൂടെ ചോറിലേക്ക് ഇങ്ങനെ വെച്ചിങ്ങാണ്ട് അതൊക്കെ കൂടെ കൂട്ടി പിടിച്ചിങ്ങാണ്ട് ഒരു വായ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് അല്ലേ. നമുക്ക് നല്ലൊരു പൊതിച്ചോറൊക്കെ കഴിച്ച പോലെയൊക്കെ ഫീലാവും കേട്ടോ. ചോറ് എപ്പോഴും എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം, അധികം വേവാത്ത രീതിയിലുള്ള ചോറ്. അത് കഴിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ സെറ്റാവുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ വെച്ചിങ്ങാണ്ട് നല്ലൊരു വായ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് മുകളിൽ ടെറസിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. പണി കണ്ടില്ലേ, വെള്ളം ഇല ആ പോകുന്ന ഓവിൽ തടഞ്ഞ് നിന്നിട്ട് വെള്ളം പോകാതെ, മഴ പെയ്ത് വെള്ളം പോകാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് വിടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീടിൻ്റെ ചുമരൊക്കെ ടെറസും ഒക്കെ പൊളിയാൻ തുടങ്ങും കേട്ടോ ഈ വെള്ളം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ആദ്യം കയറിങ്ങാണ്ട് അത് നോക്കണം. ഇങ്ങനെ ഇല ഇങ്ങനെ വന്നിങ്ങാണ്ട് അടിഞ്ഞിട്ടുണ്ടാവും. 4 പുറം റബ്ബറല്ലേ, അപ്പോൾ എന്തായാലും ഇലകൾ വീണിട്ട് ടെറസിൽ എപ്പോഴും ഉണ്ടാകും കേട്ടോ ഇല. അപ്പോൾ അതൊക്കെ തുറന്ന് വിടാനും കാര്യങ്ങൾക്കൊക്കെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഞാൻ ഇത്രയൊക്കെ തന്നെയാണ് ഷൂട്ടാക്കിയിട്ടുള്ളത്. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ എന്നത്തെയും പോലെ തന്നെ ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്